കൊല്ലം ജില്ലയിൽ തന്നെ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ ഒരു ഡേയിൽ സ്റ്റേക്കേഷൻ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ കണ്ടാലോ. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് പോവാണ്. അതാ അപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇതാ ഇവിടാണ് നമ്മുടെ പാർക്കിംഗ് വരുന്നത്. ഭയങ്കര വിശാലമായിട്ടുള്ള കുറേ വണ്ടി പാർക്ക് ചെയ്യാവുന്നത് ആ ഒരു ഭാഗത്തുകൊണ്ട് പാർക്കിംഗ്, ഇവിടെ ഉണ്ട് പാർക്കിംഗ്, കുറേ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇവിടുന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് പോവാണ്. അതായത് നോക്ക്, ഒരു റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് പോകാൻ. കേരളത്തിൽ ഇതുകൂട്ടൊരു റെയിൽവേ ട്രാക്കിന് തൊട്ടപ്പുറത്തായിട്ടൊരു റിസോർട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ തിരുവനന്തപുരം എറണാകുളം പോകുന്ന മെയിൻ റെയിൽവേ റൂട്ടാണിത്. അവിടെയാണ് മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റോപ്പ് വരുന്നത്. അവിടെ ചെറിയ പാസഞ്ചർ ട്രെയിൻ മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ എന്താ, ഇത് നമ്മുടെ അഷ്ടമുടിക്കായലുമായിട്ട് ബന്ധമുള്ള മെയിൻ ഒരു ചെറിയ തോടാണ്, കൈത്തോടാണ്. ആ കൈത്തോടിൻ്റെ മണ്ടയ്ക്ക് കൂടെ നമ്മളിങ്ങനെ അകത്തോട്ട് കയറും. അകത്തോട്ട് കയറുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്ലാഗൊക്കെ അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ബെൽ ഫാംസ് ആൻഡ് റിസോർട്ടാണ്. വാഗമൺ പുള്ളിക്കാനത്ത് ഇവർക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എക്സ്പോർട്ടിംഗ് ആണ്. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ ഇതാ ഏകദേശം 5 ഏക്കറോളം നീണ്ടു കിടക്കുന്ന വളരെ വലിയൊരു പ്രോപ്പർട്ടിയാണ്. അതൊരു 4 ലെവലിലായിട്ടാണ്, 1 2 3 4 അങ്ങനെ ഒരു 4 ലെവലിലായിട്ടാണ് കിടക്കുന്നത്. എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഏതൊക്കെ സൈഡിൽ ഏതൊക്കെ ഇതാണ്, സ്വിമ്മിംഗ് പൂൾ എവിടെയാണ്, ഡൈനിങ് ഹാൾ എവിടെയാണ്, കോൺഫറൻസ് ഹാൾ എവിടെയാണെന്നൊക്കെ ഉള്ളത് ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ എന്താ ഇവിടെ ഇവരുടെ ബിസിനസ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. ബെൽ ഫുഡ്സിൻ്റെ അവരുടെ ബിസിനസ് ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ ബിസിനസ് ഉണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മളിതാ ഇങ്ങനെ അകത്തോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ അതാ നമ്മുടെ കപ്പിൾസിനൊക്കെ വേണ്ടിയിട്ടൊരു ലവേഴ്സ് കോർണറുണ്ട്. ഇതിനകത്തിലേക്ക് കയറി ഇങ്ങനെ ഇരുന്ന് കപ്പിൾസൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ ലവേഴ്സ് കോർണർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കയറി വരുമ്പോൾ തൊട്ടടുത്ത സൈഡിലായിട്ടാണ്. പിന്നെ ഇവിടെ ഒരു ഗെയിമിംഗ് ഏരിയ ഉണ്ട്. അതൊക്കെ ഓർഗനൈസ് ചെയ്തേക്കുന്നത് കണ്ടല്ലേ, നല്ലൊരു എസ്തെറ്റിക് ആംബിയൻസിൽ നല്ല ഓലയൊക്കെ മെടഞ്ഞ് ഓല മെഡലിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ രീതിയിലാണ് ഇവിടെ ഓർഗനൈസ് ചെയ്തേക്കുന്നത്. ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ നോക്ക് ചെറിയ വെള്ളക്കെട്ടാണ്. ഇത് ഫുള്ള് അഷ്ടമുടിക്കായലിൻ്റെ തൊട്ട് തീരത്ത് തന്നെയാണ്. നമുക്ക് ഡ്രോൺ വിഷ്വൽസിലൊക്കെ നല്ല കിടിലമായിട്ട് അഷ്ടമുടിക്കായൽ കാണാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫുള്ള് മാൻഗ്രൂവ് ഫോറസ്റ്റ് ആണ്, കണ്ടൽക്കാടുകളുടെയൊക്കെ ഇടയിലാണ്. ഈ ഗെയിംസൊക്കെ ഓർഗനൈസ് ചെയ്ത് നടക്കുന്നത് തന്നെ ആണെങ്കിൽ ഒരു റീഡിങ് ലൈബ്രറി, ചെറിയൊരു മിനി ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ ബുക്സൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ബുക്സൊക്കെ വായിക്കാം. താല്പര്യമുള്ളവർക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വരുവാണെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്. ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പോയി ഓരോന്നോരോന്നായിട്ട് കാണാം. ഞാൻ പറഞ്ഞിരുന്നല്ലേ, നമ്മളൊരു 4 കാറ്റഗറി, 4 ദ്വീപ് പോലെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിൽ രണ്ടാമത്തേടത്താണ് നമ്മളിപ്പോൾ നടക്കുന്നത്. നമ്മൾ ആ റീഡിംഗ് റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ഇവിടെ വൈകുന്നേരമൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഊഞ്ഞാൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ട. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ടും 4 കാറ്റഗറി റൂമാണ്. 3 കാറ്റഗറി റൂമാണ്. ഒന്ന് നോർമൽ സ്റ്റാൻഡേർഡ് ഡീലക്സ്, പിന്നെ ഒന്ന് പൂൾ ഫ്രണ്ടേജ് പ്രോപ്പർട്ടിയും, പിന്നെ ഒന്ന് വാട്ടർ വില്ല കോട്ടേഴ്സുമാണുള്ളത്. അതിൽ നോർമൽ പ്രോപ്പർട്ടീസ്, ഓരോ പ്രോപ്പർട്ടിക്കും പേര് കൊടുത്തിട്ടുണ്ട്. നോർമൽ ഡീലക്സ് റൂംസ്, AC റൂംസ് ആണല്ല, അതെല്ലാം വരുന്നത് ഇവിടെയാണ്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്, അത് നമ്മൾ അധികം സൂം ചെയ്യുന്നില്ല. പിന്നെ വാട്ടർ കോട്ടേഴ്സ് ഉണ്ട്. വാട്ടർ കോട്ടേഴ്സ് അവിടെ ഒരു 4 കോട്ടേഴ്സ് വരുന്നുണ്ട്. നമുക്ക് അവിടെയാണ് നമ്മുടെ റൂമെന്ന് പറയുന്നത്. അതാണ് വാട്ടർ കോട്ടേഴ്സ് വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടാമത്തെ സെക്ഷൻ, അത് ആദ്യത്തെ സെക്ഷനാണ്, ഇത് രണ്ടാമത്തെ സെക്ഷനാണ്. ഇനിയും 3 അവിടെ വരും, 4 അതിനപ്പുറത്ത് വരും. നമുക്കെല്ലാം കാണാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വാട്ടർ കോട്ടേഴ്സ്. നമുക്കൊരു വാട്ടർ കോട്ടേഴ്സാണ് ഇന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ വാട്ടർ കോട്ടേഴ്സിന് അകത്തിലെ റൂംസും ബാത്റൂമും കാര്യങ്ങളും എല്ലാം കാണാം. നോർമൽ ഡീലക്സ് കോട്ടയിൽ ആളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂൾ ഫ്രണ്ടേജ് കോട്ടയിൻ്റെ അകത്ത് ചെന്നിട്ട് അവിടുത്തെ എങ്ങനെ ഉണ്ടെന്നുള്ളത് റൂംസ് കാണാം. ഇപ്പം നമ്മുടെ കോട്ടേഴ്സ് കാണാം. റൂം കാണിക്കും. നമ്മൾ അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. ആ ഒരു റൂമാണ്. ആ റൂമിന് പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ഏറ്റവും അടിപൊളി റൂമാണ്. അത് തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഇത് വാട്ടർ കോട്ടയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമും കാഴ്ചകളൊക്കെ കാണാം. ആംബിയൻസ് എങ്ങനെയുണ്ട്, എന്തൊക്കെ അമ്യൂണിറ്റീസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് നോക്കാം. നമ്മുടെ ഇത് കണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഓരോ റൂമിനും പേരുണ്ട്. പെരിയാർ, മീനച്ചിൽ, കബിനി, ഇത് പമ്പ, ഓരോ നദികളുടെ. പിന്നെന്താ, മെട്രോയോ? ഇത് നദികളുടെ പേരാടാ. പമ്പ നദി, മീനച്ചില്, പെരിയാർ, കബിനി. മെട്രോയ്ക്ക് മെട്രോമാൻ ഓരോ പേര് കൊടുത്തേ. ഇതാണ് നമ്മുടെ റൂമെന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം ഒരു ഗ്രൂപ്പ്സിന് സ്റ്റേ ചെയ്യാൻ പറ്റിയ റൂമാണ്. ഏകദേശം ഒരു 4-5. ഇവിടെ ഒരു ഡബിൾ ബെഡ് ഉണ്ട്. ഇവിടെ ഒരു ഫാമിലി ബെഡ് എന്ന് പറഞ്ഞാൽ ഒരു 3 പേർക്ക് സ്റ്റേ ചെയ്യാം. റൂം കണ്ടോ, അടിപൊളി, നല്ലൊരു ആംബിയൻസ്, ഒരു ബ്ലൂ തീമിൽ ആംബിയൻസിൽ ഉള്ളൊരു റൂമാണ്. ഇവിടെ ഒരു സെറ്റി ഉണ്ട്.
ഇരുന്ന് എല്ലാവർക്കും കൂടെ ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ വാൾ പെയിൻറ്റിങ്സ്, ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് റിവറുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റാണ്, പേര് അതാണ്. ഇതാ ഇവിടെ അതുകൂടത്തെ വാൾ മൗണ്ടിങ്സ് ഒക്കെ പെയിൻറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പുഴയുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ്. നമുക്ക് നമ്മുടെ ഈ ഒരു കോട്ടേജിനൊരു പ്രത്യേകതയുണ്ട്. ഇതുവഴി ഇതാ ഇങ്ങനെ ഇത് കണ്ട ട്രെയിനൊക്കെ ഇങ്ങനെ പോകും. അപ്പോൾ ട്രെയിൻ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കോട്ടേജിൽ നിന്നിട്ട് ആ ഒരു വ്യൂവും അതിൻ്റെ കൂടെ ആ ട്രെയിൻ പോകുന്നതൊക്കെ നമുക്ക് ഇവിടെ കോട്ടേജിലിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ആസ്വദിക്കാം. അതുപോലെ തന്നെ കണ്ടോ ട്രെയിൻ പോകുന്ന അടിപൊളി കിടിലം വ്യൂ ആണ്. ഈ ഒരു വ്യൂ ഇവിടെ ഈ ഒരു കോട്ടയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് പമ്പ എന്ന് പറയുന്ന കോട്ടയാണ്. നിങ്ങൾക്ക് ആ ഒരു വ്യൂ വേണമെങ്കിൽ ഈ ഒരു കോട്ടയിൽ പമ്പ എന്നുള്ള പേര് കോട്ടയിൽ നോക്കി ബുക്ക് ചെയ്യുക. കണ്ടോ ഇങ്ങനെ ഒരു ഗ്ലാസ് വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നൊരു ഗ്ലാസ് വിൻഡോ ഉണ്ട്. അത് കഴിഞ്ഞ് ദാ ഇവിടെ ടി വി ഉണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ റൂമും എ സി ആണ്, എ സി ഫെസിലിറ്റി ഉണ്ട്, ടി വി ഉണ്ട്, നോ സ്മോക്കിംഗ് ആണ് റൂം. ഇവിടെ ചെറിയ ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കോഫിയൊക്കെ മേക്ക് ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കെറ്റില്, പിന്നെ കോഫി ടീ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട്. ഷെൽഫിൽ എക്സ്ട്രാ 2 പില്ലോസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബാത്റൂമിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂമുണ്ട്. ബാത്റൂമിൽ വേണ്ട യൂസ് ചെയ്യേണ്ട ബോഡി ലോഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ വലിയൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. പിന്നെ അതാ നമ്മളിവിടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് നമ്മളെല്ലാവരും റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുറത്തോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം. പിന്നെ എ സിയുടെ കൂടെ തന്നെ അതാ ഇവിടെ ടേബിൾ ഫാനുണ്ട്. എ സി ഇട്ടിട്ട് തണുപ്പ് പോരാന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രോപ്പർട്ടിയെ പറ്റി? ഫസ്റ്റ് ഇംപ്രഷനിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? UK എങ്ങനെയുണ്ട് പ്രോപ്പർട്ടി? എങ്ങനെയുണ്ട് സിൻസിയറായിട്ട് എല്ലാവരുടെ അഭിപ്രായം? ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? നല്ല പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ അടുത്താണ് കേട്ടോ. ഏകദേശം ഒരു 35 കിലോമീറ്റർ ദൂരം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കൊച്ചി മെട്രോയുടെ പേര് കേരളത്തിലെ നദികൾക്കല്ലടാ ആദ്യമേ ആ പേര് വന്നത്. കൊച്ചി മെട്രോയ്ക്ക് പേര് വരുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഫുൾ പ്രോപ്പർട്ടിയും വൈഫൈ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ പോകാം. ഇതുവഴി ഇപ്പോൾ നമ്മൾ വന്നത് അതുവഴിയാണ്. അതുവഴി വന്നിങ്ങനെ കയറിയത് ഇതുവഴി ഇങ്ങനെ നമുക്ക് പോയി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാം. ഇപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്റ്റേക്കേഷൻ മാത്രമല്ല, നമുക്കിവിടെ ഡേ പാക്കേജ് അയ്യോ വെള്ളത്തിൽ പോകൂടാ. അയ്യോ ഇത് കുറച്ച് അഡ്വഞ്ചറാണ് കേട്ടോ. അയ്യോ പെട്ടുപോയല്ലേ ജാങ്ക്. അയ്യോ ഫ്ലോട്ടിങ് കുറച്ച് അഡ്വഞ്ചർ ആയിപ്പോയി കേട്ടോ. ഇത്ര അഡ്വഞ്ചർ വേണ്ടായിരുന്നു അമ്മീ. തെയ്യം ഇങ്ങനൊന്നും അല്ലടാ. ഫ്ലോട്ടിങ് കുറച്ച് അഡ്വഞ്ചറാണ്. നമ്മൾ കാണുന്ന പോലല്ല. ഇവിടെ പിന്നെ വലിയ വെള്ളമൊന്നുമില്ല. നമ്മൾ വീണ് കഴിഞ്ഞാലും വലിയ കാര്യമൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കണ്ടോ ഈ സൈഡിൽ ഫുള്ള് കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൂടി ഈ സൈഡിലും വെച്ചിട്ടുണ്ട്. ഇത് ഫ്യൂച്ചറിൽ ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഇത് നമുക്കിവിടെ ഒരു റാ ഷേപ്പിൽ കിട്ടും. നമുക്ക് ആ ഒരു റാ ഷേപ്പിൽ ഫുള്ള് കണ്ടൽക്കാട് വളർന്നു നിൽക്കുന്നതിന് ഇടയിൽ കൂടെ നമുക്കിങ്ങനെ പോകാൻ പറ്റും. അതൊരു കിടിലൻ ആംബിയൻസ് ആയിരിക്കും. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇവിടെയൊക്കെ ചെറിയ പ്രോപ്പർട്ടീസിൽ ഒരു സ്ഥലം പോലും വെറുതെ കളഞ്ഞിട്ടില്ല. ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ വെജിറ്റബിൾ കൃഷികളുണ്ട് കേട്ടോ. ഇവിടെ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള ഫ്രഷ് വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുന്നാണ് ഈ ഒരു ഇത് കൊടുത്തേക്കുന്നത്. ഇവിടുന്നാണ് ബോട്ടിങ് തുടങ്ങുന്നത്. നമുക്കിവിടെ സ്റ്റേക്കകത്തിൽ തന്നെ ഡിഫറെൻറ്റ് പാക്കേജസ് ഉണ്ട്. നമുക്കിവിടെ സ്റ്റേ മാത്രമായിട്ട് എടുക്കാം. അതല്ലാതെ ഇവിടുത്തെ ഫുൾ ബോട്ടിംഗ് ഉണ്ട്, പെഡൽ ബോട്ടിങ്, കയാക്കിങ്. അതല്ലാതെ മൺട്രോ ഐലൻഡ് ഫുള്ള് ചുറ്റി കാണുന്ന ഒരു 3 or 4 hours ബോട്ടിംഗ് ഉണ്ട്. ആ ഒരു ബോട്ടിങ് ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് ഓരോരോ പാക്കേജസ് ആയിട്ട് വേണമെങ്കിലും നമുക്കിവിടെ എടുക്കാം. ഇപ്പോൾ ഒരു ഫാമിലി ഞങ്ങൾ വന്നപ്പോൾ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ ബോട്ടിങ്ങിന് പോയേക്കാണ്. നമുക്കും ബോട്ടിങ്ങിന് പോകും. നമ്മൾ ബോട്ടിങ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റേ മാത്രമായിട്ട് എടുക്കാം, ബോട്ടിങ് ഇൻക്ലൂഡഡ് ആയിട്ടും എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതല്ലാതെ ഡേ പാക്കേജ് ഉണ്ട് കേട്ടോ. പെർ ഹെഡിൽ നമ്മൾ രാവിലെ ഒരു 10 മണിക്ക് വന്നിട്ട് വൈകിട്ടൊരു 6:30 പോകുന്ന നമുക്കൊരു ഓഫീസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓഫീസ് മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിപാടിയൊക്കെ ചെയ്യാനാണെങ്കിൽ കോൺഫറൻസ് ഹാളുണ്ട്. പിന്നെ ചെറിയ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിനൊക്കെ കിടിലൻ ഫ്രെയിംസ് ഉണ്ട് ഇവിടെ കേട്ടോ. അടിപൊളി ഫ്രെയിംസൊക്കെ ഉണ്ട്. നമുക്ക് കല്യാണ ഫോട്ടോഷൂട്ട്, അതുകൊണ്ട് തന്നെ ചെറിയ പാർട്ടി, ബാച്ചിലർ പാർട്ടി അങ്ങനത്തെ. അതിനാണെങ്കിൽ ബാങ്കറ്റ് ഹാളുണ്ട് അവിടെ. ഹോള് ഞാൻ കാണിക്കാം. ഹോള് നമുക്ക് ഇവിടെയും കൂടെ കയറിയിട്ട് കറങ്ങി വന്നിട്ട് ഹോള് കാണാം. ഇനിയിപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നു പോകുന്നത് അടുത്ത ഏറ്റവും ലാസ്റ്റ് സെക്ഷനായിട്ടുള്ള നമ്മുടെ പൂൾ ഫ്രണ്ടേജ്. ഇതുവഴി പോകാൻ പറ്റുമോടെ എങ്ങോട്ട്? ഇവിടെ വരെ ഉള്ളൂ. സോറി ഗൈസ്, ഇവിടെ വരെ ഉള്ളൂ. ഞങ്ങൾ അതുവഴി തന്നെ പോകണം. ഞങ്ങൾക്ക് വഴി തെറ്റി. ഇത് കണ്ടോ ഫുള്ള് അടിപൊളിയാണ് കേട്ടോ. കിടിലൻ ആംബിയൻസ് ആണ്. നമുക്ക് ഈ ഒരു ആംബിയൻസ് ഫുള്ള് കണ്ടൽക്കാട്. നമ്മൾ കപ്പിൾസായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്, ഇതാണെങ്കിലും അവിടെ ആണല്ലോ അങ്ങോട്ടൊക്കെ നടന്ന് എല്ലാവരും
കിടിലൻ ആംബിയൻസ് ആണ്. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ രാവിലെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടൊന്നും പോകണ്ട, എല്ലാം ഇവിടെ തന്നെ കിട്ടും. പോയതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്നത് വഴി പോകാണ്. നമ്മൾ വഴി തെറ്റി. ഞാൻ വിചാരിച്ചു ഇനി അതുവഴി ഇങ്ങനെ അങ്ങോട്ട് കയറി പോകാം. നമ്മുടെ ആ കാണുന്ന പ്രോപ്പർട്ടി ഇത് കണ്ടോ, അത് നമ്മുടെ തന്നെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ അതുവഴി കയറി പോകാമെന്ന് വിചാരിച്ചു വന്നതാണ്. സോറി, അത് വഴിയില്ലായിരുന്നു. നമ്മൾ പോയതുപോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ പെഡൽ ബോട്ടിങ്, കയാക്കിങ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ സർക്കിൾ ചെയ്യാം. അത് ഈ പറഞ്ഞ ഡേ പാക്കേജസിലാണ് വരുന്നത്. രാവിലെ വന്ന് നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കുന്നു. വെൽക്കം ഡ്രിങ്ക് കുടിച്ച് നമ്മൾ ഡയറക്റ്റ് ബോട്ടിങ്ങിന് പോകും. ബോട്ടിങ്ങിന് പോയിട്ട് ഇവിടെ വന്നിട്ട് നല്ല സീ ഫുഡിന് നല്ല റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. അവിടെ തന്നെ ഏകദേശം ഒരു 6 കൂട്ടം കരിമീൻ, കൊഞ്ച്, ഞണ്ട്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു സീ ഫുഡ് ബൊഫേ ഉണ്ട്. ബൊഫേ കഴിഞ്ഞിട്ട് പിന്നെ ആഫ്റ്റർനൂണ് നമുക്ക് ഈ പറയുന്ന പെഡൽ ബോട്ടിങ്, കയാക്കിങ് അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കൊരു മീറ്റിംഗ്, ഒരു ഓഫീസ് മീറ്റിംഗ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഡേ പാക്കേജ് സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേ പാക്കേജും ഉണ്ട്. സ്റ്റേ പാക്കേജിൽ സ്റ്റേയും ഉണ്ട്. സ്റ്റേയുടെ കൂടെ തന്നെ ഡിഫറെൻറ്റ് ഇൻക്ലൂഡ് ആയിട്ട് ഇതൊരു ജങ്കാർ പോലത്തെ സാധനമാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൽ കയറിയിട്ട് തുഴഞ്ഞ് ഇതിലല്ല കയറിൽ പിടിച്ച് നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കയർ ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ഇതിൽ പിടിച്ച് പോയാലോ? കയറിക്കോ. ഇനി കയറാര് ഊരി വിടും? കയർ ഊരാതെ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്? പിടിച്ച് ഊരട്ടെ. അയ്യോ, ഇനി ഞാനെങ്ങനെ കയറും? നിങ്ങൾ പോയിട്ടോ. ശരി, പോയിട്ട് വാ. പിടിച്ചങ്ങ് പോടാ. ഇങ്ങനെ ഒരു ജങ്കാർ സർവീസ് ഉണ്ട്. ഞാൻ വരാം. ഞാൻ ഇവിടെ നിന്ന് കറങ്ങി വരാം. ഇത് കണ്ടോ, ഇതുകൂട്ടൊരു ജങ്കാർ സർവീസ് ഉണ്ട്. നമ്മുടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു 3ാമത്തെ സെക്ഷനാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. അടുത്ത 4ാമത്തെ സെക്ഷനിലോട്ട് നമുക്ക് ഇതുകൂട്ട് ഇതൊക്കെ ഇവിടുത്തെ ആക്ടിവിറ്റീസാണ്. നമുക്കിങ്ങനെ ജങ്കാറിൽ കയറിയിട്ട് ഫണ്ണായിട്ട് നമുക്കിങ്ങനെ ഇത് വലിച്ച് അപ്പുറം പോവാം. എനിക്ക് കയറാൻ ചാൻസ് കിട്ടിയില്ല, വീഡിയോ എടുത്തുകൊണ്ട് വന്നുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴി ഇങ്ങനെ കറങ്ങി അപ്പുറത്തൂടെ പോകാൻ പറ്റും. അത് നമുക്ക് റെസ്റ്റോറൻറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് കറങ്ങി അപ്പുറത്തൂടെ തന്നെ പോകാം. ഞാൻ മുന്നേ പറഞ്ഞ പാർട്ടി ഹാൾ ഇതാണ്. പാർട്ടി അല്ല, അത്യാവശ്യം കോൺഫറൻസ്, മീറ്റിംഗ് അങ്ങനെയൊക്കെ നടത്താൻ പറ്റുന്നൊരു AC ഹാളുണ്ട് ഇവിടെ. ഈ ഓഫീസ് മീറ്റിംഗ്, ഓഫീസ് സ്പേസ് മീറ്റിംഗ്, പിന്നെ അതുകൂട്ട് നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻസ്, കല്യാണത്തിൻ്റെ ചെറിയ ഫംഗ്ഷൻസൊക്കെ നടത്താൻ പറ്റുന്നൊരു AC ഹോള് ഇവിടെ ഉണ്ട്. ആ ഹോളിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡേ പാക്കേജസ് എടുക്കാം. ഡേ പാക്കേജസ് പെർ ഹെഡിലാണ് റേറ്റ് വരുന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. വലിയ റേറ്റോ കാര്യങ്ങളൊന്നുമില്ല, അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ എൻക്വയറി എടുത്താൽ മതി. നമ്മൾ അവിടെ നിന്ന് നേരെ ഇനി ഇതുവഴി ഇങ്ങനെ കറങ്ങി പോകണം. നമ്മൾ വന്നില്ലേ, എൻട്രൻസ് കണ്ടില്ലേ, എൻട്രൻസിൽ കൂടി ഇങ്ങനെ കറങ്ങിയിട്ട് നമുക്ക് അപ്പുറത്ത് പോയിട്ട് ആ ഒരു പൂളും അതുകൊണ്ട് തന്നെ ഇവിടെ മീൻ കൃഷിയുണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം മീനുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മീനെ കാണാൻ പറ്റുന്നൊരു പ്ലേസ് അപ്പുറത്തുണ്ട്. അവിടെ പോയി കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ പെഡൽ ബോട്ടിങ്, കയാക്കിങ് ആ ഒരു സെക്ഷനൊക്കെ വരുന്നത്. ഇത് ഇവിടെ ചവിട്ടി, ഇത് കാണുന്ന പോലെയല്ല, ചവിട്ടാൻ അത്യാവശ്യം നല്ല പാടാണ്. നമുക്കിത് ചവിട്ടി തൊട്ടപ്പുറത്ത് കാണുന്നതിന് തൊട്ടപ്പുറത്ത് അഷ്ടമുടിക്കായലാണ്. അവിടെ വരെ വേണേലും പോവാം. ഒരു 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സുഖമായിട്ട് കിട്ടും. പക്ഷേ ഇത് ചവിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മൾ അത്രയും ദൂരമൊന്നും ചവിട്ടി പോകത്തില്ല. കയാക്കിങ്ങും ഉണ്ട്. ഇതെല്ലാം സ്റ്റേ പാക്കേജസിലും ഇൻക്ലൂഡഡ് ആണ്, ഡേ പാക്കേജസിലും ഉണ്ട്. പക്ഷേ എക്സ്ട്രാ റേറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതുകൂട്ടത്തെ ഒരുപാട് കോഡ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതന്നെ നോക്ക്, ഇതിലേ വരാനുണ്ട് ഇനിയും ഏറെ തലമുറകൾ, അവർക്കായി നമുക്ക് പ്രകൃതിയെ ഭംഗിയോടെ സംരക്ഷിക്കാം. ഇതുകൂട്ട് ഒരുപാട് കോഡ്സ് ഹിഡൻ ആയിട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ഭയങ്കര ഒരു ക്യാച്ചിങ് ആണ്. നമ്മൾ ഇറങ്ങി പോകുന്നിടത്താണെങ്കിലും കയറി വരുന്നിടത്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മികച്ചതിനേക്കാൾ മികച്ചതിലേക്കുള്ള യാത്ര അവസാനിക്കുന്നില്ല, ഇതൊരു തുടക്കം മാത്രം. ഇതൊക്കെ ഇത് ഭയങ്കര ക്യാച്ചിങ് ആയിട്ടുള്ളൊരു കോഡ്സാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നമ്മളിവിടുന്ന് ഇനി അടുത്ത സെക്ഷൻ തൊട്ടടുത്ത് കാണുന്നത് റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റ് സെക്ഷനിലേക്ക് പോവാം. ഇങ്ങനെ പാലം കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഫുള്ള് കണ്ടൽക്കാടുകൾക്കിടയിൽ ഇങ്ങനെ ചെടിയൊക്കെ വളർത്തി ഒരു മൂടി ആംബിയൻസ് നമുക്കിവിടെ തരുന്നുണ്ട്. ബെൽ ഫുഡ്സ് ഗ്രൂപ്പ് ഇതാണ്. ഇവിടെ അകത്തോട്ട് കയറുന്നിടത്താണ് നമ്മുടെ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെയും ഒരു കോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സൗഹൃദത്തിൻ്റെ ജില്ലയിലാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പൂത്തത്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത്. റെസ്റ്റോറൻറ്റിലാണെങ്കിലും ഫുഡ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടുത്തെ ഗസ്റ്റ് എല്ലാം ഫുഡ്സ് കഴിക്കുകയാണ്. കേട്ടോ, നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഫുഡെല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ സെക്ഷൻ എന്ന് പറയുന്നത്. കിച്ചൺ സെക്ഷനിൽ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഔട്ട്ഡോർ ഡൈനിങ് ഉണ്ട്. ഇവിടെ ഇരുന്ന് അത്യാവശ്യം ചെറിയൊരു ഫാമിലിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. അതുപോലെ തന്നെ ഇത് കണ്ട,
ഇതൊക്കെ ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട്, വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. ചെറിയ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്ത് ആ ഒരു ഓല മേഞ്ഞ ചെറിയൊരു ഇതുണ്ട്. ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. ഒരു 80 പേരെ വരെ കുക്ക് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളൊരു റെസ്റ്റോറൻ്റാണ് നമ്മുടെ ഇവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാൽ. ബെൽ ഫുഡ്സ് സിൻസ് 1968, ഏകദേശം ഒരു 55 വർഷത്തെ പഴക്കമുണ്ട് നമ്മുടെ ബെൽ ഗ്രൂപ്പ്സിന്. അത് ഫുഡ്സ് ഏരിയയിലാണ്. ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാണ്. ഇനി നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി ഇവിടുന്ന് തന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഇതാ ഇവിടെ ഈവനിങ് ഒക്കെ നമുക്ക് സൺസെറ്റൊക്കെ കണ്ട് നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ ആണെങ്കിൽ കാര്യമൊക്കെ പറഞ്ഞ് അത്യാവശ്യം ഒരു റെസ്റ്റ് ഇതുവഴി ട്രെയിനൊക്കെ പോവുകയാണെങ്കിൽ ഇതൊക്കെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞ് നമുക്ക് വെറുതെ ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പാലമുണ്ട്. ഫുള്ള് വെള്ളമാണ്, ഇടയ്ക്കെല്ലാം വെള്ളമാണ്. അപ്പം കുറേ പാലങ്ങളുണ്ട് കേട്ടോ. കൂട്ടത്തെ ചെറിയ ചെറിയ കുറേ പാലങ്ങളുണ്ട്. പാലങ്ങൾ കയറിയിട്ട് നമ്മുടെ ലാസ്റ്റ് സെക്ഷനാണ് പ്രോപ്പർട്ടിയിലെ ലാസ്റ്റ് ഒരു സെക്ഷനായിട്ടുള്ള ഇവിടെ 2 ഊഞ്ഞാലുണ്ട്. കിഡ്സുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ റിസോർട്ട് ചൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ് നമ്മൾ കുട്ടികൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള എന്തുണ്ട് അവിടെ നിന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ അതും പേടിക്കണ്ട. കുട്ടികൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കുണ്ട്. നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ നമ്മൾ മാരീഡാണ്, നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒരുപാട് കൺസിഡർ ചെയ്യുന്നൊരു കാര്യമാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉള്ള ഒരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മളെപ്പോഴും വാല്യൂ കൊടുക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ ചെറിയ വലിയ പാർക്കൊന്നുമല്ല, ചെറിയ കുറച്ച് എക്യുപ്മെൻറ്റ്സൊക്കെ വെച്ച് ചെറിയ പാർക്കുണ്ട്. ഇതാണ് നമ്മുടെ പൂളെന്ന് പറയുന്നത്. ഒരുപാട് വലിയ പൂളൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പൂളിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് പൂൾ ഫ്രണ്ടേജ് കോട്ടേഴ്സ് എന്ന് പറയുന്നത്. മൊത്തം 3 കാറ്റഗറി ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ രണ്ടാമത്തെ കാറ്റഗറി പൂൾ ഫ്രണ്ടേജ് കോട്ടയാണ് ആ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കണ്ട ഒരുപാട് വലിയ പൂളൊന്നുമല്ല, ഒരു 5 അടിയൊക്കെ താഴ്ചയുള്ള ഒരു പൂളാണ് ഇവിടെ വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലോപ്പിലാണ് വരുന്നത്. ഒരു 4 to 5 ഫീറ്റ് ഡെപ്തുള്ളൊരു പൂളാണ്. ഒരുപാട് താഴ്ചയൊന്നുമില്ല. ഇതാ ഇവിടെ ഇതെന്താ ഇത്, മത്സ്യകന്യകയോ? കന്യകനോ? നമ്മുടെ ഫ്രണ്ടാണ് ഇവിടെ. ഇതുകൊണ്ട് നമുക്ക് പൂളിലൊക്കെ ചാടിയിട്ട് നമുക്ക് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാം. അതുകൊണ്ട് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാലിൽ കിടന്ന് റെസ്റ്റ് എടുക്കാം. ഇതൊക്കെ ഫുൾ പ്രൈവസി കിട്ടുന്ന എവിടെയാണെന്ന് അറിയാം. നമ്മൾ ഈ കോട്ടേഴ്സ് എടുക്കുമ്പോൾ ഇത് നമുക്ക് ഫുൾ ബാച്ചിലർ പാർട്ടിയൊക്കെ ഇല്ലേ, നമ്മൾ കല്യാണമൊക്കെ കഴിക്കാൻ പോകുന്നവർക്ക് വന്ന് നമുക്ക് കൂട്ടുകാരും എല്ലാം ആയിട്ട് വന്ന് ഇവിടെ ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരു ആംബിയൻസിന് നമുക്കിവിടെ പ്രോപ്പർട്ടി എടുത്തിട്ട് നമുക്ക് രാത്രി ഫുൾ ഇവിടെ പൂളിലൊക്കെ കുളിച്ചിട്ട് ആ ഒരു പൂൾ ഫ്രണ്ടേജ് കോട്ടയം തന്നെ ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. നമുക്കൊരു ആ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണിത്. ഇവിടെ 4 എണ്ണം ഉണ്ട്, ഫ്രണ്ടിൽ 2, ബാക്കിൽ 2 ഉണ്ട്. ടോട്ടൽ 12 കോട്ടേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇത് കണ്ടോ, ഒരു മാൻഗ്രൂവ് ആണ്. മാൻഗ്രൂവ് ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫുൾ ആ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഒരു വാക്ക് അറൗണ്ടായിരുന്നു. വാക്ക് അറൗണ്ടിൽ നമ്മൾ ഫുൾ പ്രോപ്പർട്ടി കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവഴി ഇത് കൊള്ളാമല്ലോ. ഇതുവഴി ഇങ്ങനെ നമുക്ക് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതൂടാ ഇതെങ്ങാണം പൊളിഞ്ഞ് വെള്ളത്തിൽ വീഴും. ഇത് മുള കൊണ്ടുള്ള സാധനങ്ങളാണ്. മുള കുറേ നാൾ കഴിയുമ്പം ദ്രവിച്ചു പോകും, അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് പൊളിഞ്ഞ് വെള്ളത്തിൽ വീഴുമെന്നുള്ളൊരു പോയില്ല. അത്യാവശ്യം ബലമുണ്ട്, നല്ല സ്ട്രോങ് ആണ്. താഴത്തില്ലടാ, കാറ്റാടി കണ്ടോ. ഇതൊക്കെ ഈ കോട്ടേജ് എടുക്കുന്നവർക്കാണ് ഇതൊക്കെ കൂടുതലും ബെനിഫിഷ്യലായിട്ടുള്ളത് കേട്ടോ. ഇത്രയും നല്ല കിടിലൻ ഒരു പ്രോപ്പർട്ടീസാണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പെട്ടെന്ന് എല്ലാം ഓടിച്ച് കാണിച്ചതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കുറച്ച് ടൈം എടുത്ത് നമ്മൾ ആസ്വദിച്ച് റൂമൊക്കെ എടുത്ത് നമുക്കൊരു ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഇവിടെ ഉണ്ട്, ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബോട്ടിങ് എടുത്തു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ ബോട്ടിങ്ങിൽ തന്നെ പോകും. അപ്പം പിന്നെ ഒരു ദിവസം നമ്മൾ പോകുന്നതേ അറിയത്തില്ല. നമ്മൾ ഈവനിങ് ആണ് ബോട്ടിങ് എടുക്കുന്നത്. അപ്പോൾ ഇനി ബോട്ടിങ്ങിൻ്റെ കാഴ്ചകൾ കാണാം. ഇതൊക്കെയാണ് റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി വരുന്നത് കൊല്ലം മുണ്ട്രോ ഐലൻഡിലാണ്. കൊല്ലം ജില്ലയാണ്, മുണ്ട്രോ ഐലൻഡിലാണ്. ഫുള്ള് കണ്ടൽക്കാടുകൾക്ക് ഫേമസ് ആയിട്ടുള്ളതാണ്. ഇവിടുത്തെ ബോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കിടിലമാണ്. നമ്മൾ ഒരുപാട് റീൽസിലും ഷോർട്സിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ബോട്ടിംഗ് വിശേഷങ്ങളൊക്കെ നമുക്ക് വൈകിട്ട് കാണാം. ഇപ്പോൾ ഒരു ട്രെയിനിൻ്റെ ഹോൺ കേട്ടു. ട്രെയിനിൻ്റെ ഹോൺ കേട്ടത് കൊണ്ട് നമുക്ക് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അവിടെ പോയി ആ ട്രെയിനിൻ്റെ വ്യൂ കൂടെ ഒന്ന് കാണാം. അവിടെ നിന്ന് എങ്ങനെ ഉണ്ടെന്നുള്ളത് അതുകൂടെ ഒന്ന് നോക്കാം. ഇവിടെ ഇരുന്ന് നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച് ട്രെയിനൊക്കെ പോകുന്നത് കണ്ട് ഇങ്ങനെ ഇരിക്കാം. കണ്ട
നമുക്കിവിടെ സെറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ലഞ്ചാണ്. ഇതാ ഇവിടെ കരിമീനുണ്ട്, ഇതാ വേറെ സ്പെഷ്യൽ സിലോപ്പിയ മീനുണ്ട്, ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്, ഇതെന്താടാ ഇത് കക്കയുണ്ട്, പിന്നെ കപ്പ, അവിയൽ, തോരൻ, അച്ചാർ, എല്ലാം കൂടെ അടിപൊളിയൊരു ലഞ്ചാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതെന്താ ചേട്ടാ? ഫിഷ് കറി. എന്ത് ഫിഷാ? ചൂരക്കറി. അടുത്ത വന്നാണ് ചൂരക്കറി. ഗ്രാൻഡ് ലഞ്ച്. സമയം എന്താ ഒരു 3:30 ആയിട്ടുണ്ട്. നമ്മളിവിടുത്തെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വൈകുന്നേരത്തെ ബോട്ടിങ്ങിന് നമ്മുടെ പ്രോപ്പർട്ടി കാണുന്നത് ഇതാണ്, തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് പ്രോപ്പർട്ടി. ഇവിടുന്ന് നമ്മൾ ബോട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ശിക്കാരയാണ്, ഒരു 50 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ശിക്കാരയാണ്. നമ്മളിവിടുന്ന് ബോട്ട് എടുത്തത് ഈ കാണുന്ന വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, കുറച്ച് പോയി കഴിഞ്ഞാൽ അഷ്ടമുടി കായലാണ്. അവിടെയാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത്. ബോട്ടിങ്ങിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. എഞ്ചിൻ വെച്ചിട്ടുള്ള ബോട്ടാണ്. ഇവിടെ ആഴം കുറവായതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തുഴഞ്ഞാണ് ഇറക്കുന്നത്. അത് കഴിഞ്ഞ് കായലിലെത്തിയിട്ട് നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ടാക്കിയിട്ട് പോകും. നമ്മുടെ ബോട്ട് അങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ബോട്ടൊക്കെ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്താണ് നമ്മൾ പോകുന്നത്. ബോട്ടിന് ഒരു 20 പേരുടെ കപ്പാസിറ്റിയേ ഉള്ളൂ, 50 പേരുടെ കപ്പാസിറ്റി ഇല്ല. കണ്ടോ, നമ്മളിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് ഓരോ കണ്ടൽക്കാട്ടിനിടയിൽ കൂടി ഡ്രിഫ്റ്റ് ചെയ്താണ് നമ്മൾ പോകുന്നത്. നമ്മളിതുവരെ കായലിറങ്ങിയിട്ടില്ല. കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കായലിറങ്ങി അഷ്ടമുടി കായൽ കാഴ്ചകളും കണ്ടൽക്കാട് കാഴ്ചകളും എല്ലാമായി നമ്മൾ ബോട്ടിൽ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുകയാണ് ബോട്ടിൽ നിന്ന്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മൺട്രോത്തുരത്തിലേക്ക് ഹാർദമായി സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ ബെൽഫുഡ് ഗ്രൂപ്പിന്റെ ബോട്ട് സർവീസിലേക്ക് ഹാർദമായി സ്വാഗതം. എന്റെ പേര് പ്രമോദ് എന്നാണ്. ബോട്ട് ഓടിക്കുന്ന ആളെ സ്രാങ്ക് എന്ന് വിളിക്കും. എനിക്ക് ഹെൽപ്പറായിട്ടുള്ള അശോകനാണ്, അദ്ദേഹത്തെ ലസ്കർ എന്ന് വിളിക്കും. നമ്മൾ കിഴക്കുന്ന് പടിഞ്ഞാറോട്ടാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. ബോട്ട് അഷ്ടമുടി കായലിൽ പ്രവേശിക്കാൻ പോവുകയാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടി കായൽ. ഈ യാത്രയിലുടനീളം ഞങ്ങൾ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നൊരു അപേക്ഷയുണ്ട്. മൺട്രോത്തുരത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് 13 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് മൺട്രോത്തുരത്ത് സ്ഥിതി ചെയ്യുന്നത്. 2 ഭാഗം കല്ലടയാറും 2 ഭാഗം അഷ്ടമുടി കായലും. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് മൺട്രോത്തുരത്ത്. മൺട്രോത്തുരത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് നേരത്തെ 12,000-ഓളം ജനസംഖ്യ ഉണ്ടായിരുന്ന മൺട്രോത്തുരത്തിൽ ഇന്ന് 10,000-ൽ താഴെ മാത്രമാണ് ജനസംഖ്യ. അതിന് കാരണം നിരന്തരമായി ഉണ്ടാകുന്ന വേലിയേറ്റവും കല്ലടയാറിന് കുറുകെ തെന്മല ഡാം നിർമ്മിച്ചതിന് ശേഷം അവിടെ നിന്നുള്ള മണലിന്റെ ചെളിയുടെയൊക്കെ വരവ് കുറഞ്ഞതും മൺട്രോത്തുരത്തിന്റെ താഴ്ന്ന ഭാഗമായ പടിഞ്ഞാറേ ഭാഗങ്ങളിലും മണ്ണിന്റെ ഘടനയും ഒക്കെ വെച്ച് പല വീടുകളിലും വേലിയേറ്റ സമയങ്ങളിൽ വെള്ളം കയറാറുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം കയറി ഇവിടുത്തെ ഒരു ഒഴിഞ്ഞുപോക്ക് നടന്നിട്ടുണ്ട്. അതിന്റെ നേർ ഉദാഹരണമാണ് നിങ്ങൾ എന്ത് വന്ന് കണ്ട ബെൽഫോം. ആ ബെൽഫോമിന് ഒരു അതിജീവനത്തിന്റെ കഥ കൂടി പറയാറുണ്ട്. കാരണം അവിടെ ഒരു 3 ഫാമിലി താമസിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ വേലിയേറ്റം മൂലം വെള്ളം കയറിയത് കാരണം അവിടെ ഒഴിഞ്ഞുപോയ ശേഷം കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെൽഫുഡ് ഗ്രൂപ്പ് ഇവിടെ വരികയും മത്സ്യകൃഷി ആരംഭിക്കുകയും ഇന്ത്യയിൽ കാണുന്ന രീതിയിൽ 2 വർഷം കൊണ്ട് 12 റൂമും മൺട്രോത്തുരത്തിലെ 25ഓളം പേർക്ക് നേരിട്ടും 15ഓളം പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്ന പ്രസ്ഥാനമാക്കി ബെൽഫോമിനെ മാറ്റിയത് ബെൽഫുഡ് ഗ്രൂപ്പാണ്. ബെൽഫുഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1968-ൽ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനിയാണ്. പ്രധാനമായി സീ ഫുഡിന്റെ കയറ്റുമതിയാണ്. 44 രാജ്യങ്ങളിലേക്ക് സീ ഫുഡിന്റെ കയറ്റുമതിയുണ്ട്. റീസർച്ച് സെന്റർ ഉണ്ട്, IT ഉണ്ട്, ഫാംസ് ഉണ്ട്. അതേപോലെ ഇപ്പൊ പുതുതായിട്ട് വാഗമണിൽ ഒരു ടൂറിസം പ്ലേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരും ബെൽഫോം എന്നാണ്. അതുകൂടാതെ ബെൽഫുഡ് ഗ്രൂപ്പിന്റെ തന്നെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂം ഏതാണ്ട് 2 ആഴ്ച മുമ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെൽഫുഡ് ഗ്രൂപ്പിലെ ഏകദേശം 1100 പേര് അവിടെ വർക്ക് ചെയ്യുന്നു. അതാണ് ഈ ബോട്ടിന്റെ വലതുവശം ഫ്രണ്ടിൽ കാണുന്നതാണ് മൺട്രോത്തുരത്തിന്റെ ഏറ്റവും വലിയ ദുരിതായ പെരിങ്ങാട്. ഇവിടെയാണ് മൺട്രോത്തുരത്തുകാരുടെ 12ാം ക്ലാസ് വരെയുള്ള സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. അവിടെ മർത്തോമയുടെ ഒരു ധ്യാനതീരമുണ്ട്.
പക്ഷെ അവരുടെ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് എങ്ങോട്ട് പോകണമെങ്കിലും ബോട്ടിനെ വെള്ളത്തെ ആശ്രയിച്ച് മാത്രമാണ് അവരുടെ യാത്രാ സൗകര്യം. ഈ നേരെ പടിഞ്ഞാറ് വശം കാണുന്നതാണ് ചവറ തെക്കുംഭാഗം. അതിന്റെ പടിഞ്ഞാറ് സൈഡിൽ കൂടാണ് നാഷണൽ വാട്ടർവേ കടന്നു പോകുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയായ കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത അതുവഴിയാണ് കടന്നു പോകുന്നത്. ഈ കായല് പടിഞ്ഞാറോട്ടൊഴുകി അത് അറബിക്കടലുമായിട്ട് സംഗമിക്കുന്നു. ആ സംഗമ സ്ഥാനമാണ് ശക്തികുളങ്ങര നീണ്ടകട. ഈ കായലിൽ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് തേവല്ലി, കടവൂര്, മങ്ങാട്, കൊല്ലം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ടച്ച് ചെയ്ത് കിടക്കുന്നു. ഈ കായലിൽ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ പെരുമ കൈതുറന്നുള്ള പാടത്തിന് കിഴക്കോട്ട് ഈ കായല് വേറൊരു പേരിൽ അറിയപ്പെടും. കാഞ്ഞോട്ട് കായൽ അറിയപ്പെടുന്നു. ഈ കായലിലെ കരിമീനാണ് ഇത് കേരളത്തിൽ വെച്ച് കിട്ടുന്ന ഏറ്റവും രുചികരമായ കരിമീനെന്ന് ശാസ്ത്രജ്ഞന്മാർ വീണ്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കായല് കുണ്ട, കടപ്പകരം, കേരയും, വെള്ളിമൺ എന്നീ സ്ഥലങ്ങളിൽ ടച്ച് ചെയ്ത് മൺട്രോസായി കൊണ്ടാക്കിയ മുത്തനാറ് വഴി അത് കടലയാറിൽ ലയിക്കുന്നു. ഈ ഇടതുവശം വെട്ടി കാണുന്നതാണ് അഷ്ടമുടി. 8 കുടിയോടുകൂടിയാണ് അഷ്ടമുടി. വെള്ളത്തിലോട്ട് ഇറങ്ങിക്കൊണ്ട് അത് മുടി എന്ന് പറയുന്നത്. അങ്ങനെ 8 മുടിയോടുകൂടിയതാണ് അഷ്ടമുടി എന്ന് പറയുന്നത്. ആ അഷ്ടമുടിയുടെ പേരിലാണ് ഈ കായല് അറിയപ്പെടുന്നത്. ഈ കായലിന്റെ പേരിൽ നിരവധി ഗാനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ പടവാറ്റി സിനിമയിലെ ഒരു 4 വരി പാട്ട് ഞാൻ പാടാം. അഷ്ടമുടി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ, ഇഷ്ടമാണോ? അഷ്ടമുടി കായലിലെ അന്നട തോണിയിലെ ചിന്ന കിളി, ചിങ്കാര കിളി, ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ, ഇഷ്ടമാണോ? ഈ തുരുത്ത് ഉണ്ടാക്കിയത് മൺട്രോ സാഹിബാണ്. കാരണം ഇതൊരു തുരുത്തല്ലായിരുന്നു. കാരണം 2 ഭാഗം അഷ്ടമുടിക്കായാലും 1 ഭാഗം കല്ലടയാറുമായിരുന്നു. അങ്ങനെ മൺട്രോ കേരള മൺട്രോയുടെ അധീനതയിലായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ. ആ സമയത്ത് മൺട്രോ തുരുത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളാണ് കാണുന്നത്. ഇതിന്റെ പടിഞ്ഞാറ് വശം കാണുന്ന പ്രദേശങ്ങളിൽ ഒരു ചെറിയ മഴ പെയ്താലും അത് കല്ലട താറിന്റെ പുറകെ ഡാമില്ല. ഒരു ചെറിയ മഴ പെയ്താലും കല്ലടയാറിൽ നിന്ന് കുത്തി ഒഴുകി വരുന്ന വെള്ളങ്ങൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നിറഞ്ഞു നിന്നിട്ട് ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമായിരുന്നു. അങ്ങനെയാണ് മൺട്രോ സാഹിബ് ഇത് നീണ്ട കരയായിരുന്നു. കിഴക്കേ കല്ലടയായിട്ട് ബന്ധിപ്പിച്ചിരുന്ന ഒരു നീണ്ട കരയാണ് ഈ സ്ഥലം. അങ്ങനെയാണ് മൺട്രോ സാഹിബ് ഈ കരയുടെ കിഴക്ക് ഭാഗം വെച്ച്, എന്നുവെച്ചാൽ ഇപ്പം ഉള്ള ഇടിയക്കിടമെന്ന് പറയുന്ന ഭാഗം, ആ ഭാഗം വെച്ച് ഒരു ആർട്ടിഫിഷ്യൽ ആറുണ്ടാക്കിയുണ്ടായി. ആ ആറിന്റെ പേരാണ് പുത്തനാർ അറിയപ്പെടുന്നത്. ആ ആറുണ്ടാക്കിയത് എന്തിനാന്ന് വെച്ചാൽ മൺട്രോ തുരുത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കുത്തി ഒഴിച്ചു വരുന്ന ആ അവിടെ കല്ലടയാറിന്റെ വെള്ളം അത് ഒന്നിച്ചു വന്നിങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി പകുതി വെള്ളം വന്ന് അവിടെ അഷ്ടമുടി കായലിന്റെ ഭാഗത്തായ കാഞ്ഞിരോട്ട് കായലിൽ എത്തിച്ചേരും. അങ്ങനെയാണ് ആ വെള്ളത്തിന്റെ ഒഴുക്കിനെ കുറയ്ക്കാൻ വേണ്ടിയാണ്, ആ ഇടിച്ചു കയറുന്ന വെള്ളത്തിന്റെ ഒഴുക്കിനെ കുറയ്ക്കാൻ വേണ്ടിയാണ്, അത് നേരത്തെ തന്നെ അതിനെ മുറിച്ച് അഷ്ടമുടി കായൽ വീഴ്ത്താൻ വേണ്ടിയാണ് ഈ മൺട്രോ സാഹിബ് പുത്തനാർ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് പുത്തനാർ എന്ന പേര് കിട്ടിയ, ആ ആറിന് പുത്തനാർ എന്ന് പേര് കിട്ടിയത്. അങ്ങനെയാണ് ഇത് തുരുത്തായതും ഈ തുരുത്തിന് ആ കേണലിന്റെ പേര് നൽകിയതും മൺട്രോ തുരുത്തെന്ന് പേര് നൽകിയതും. ഓക്കെ, താങ്ക് യു. ഓരോ മണിക്കൂറും മൺട്രോ തുരുത്തിലെ എല്ലാ ദ്വീപിനെയും ബന്ധപ്പെടുത്തി പേഴുതുരുത്ത്, പട്ടംതുരുത്ത്, അഷ്ടമുടി, പെരിങ്ങാലം, അതേപോലെ നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് കോയിവള, ഇവിടെ ബന്ധിപ്പിച്ചുകൊണ്ട് ഓരോ മണിക്കൂർ വിട്ടും ഓരോ മണിക്കൂർ വിട്ട് ഞാൻ സർവീസ് നടത്തിക്കൊണ്ടിരിക്കും. ഈ ബോട്ട് വൈകിട്ട് 6 മണിക്കാണ് തിരിച്ച് കൊല്ലത്തിന് പോകുന്നത്. പടിഞ്ഞാറേ ഭാഗമാണ് നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഈ കണ്ടൽ ചെടികൾ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ഭൂമിയുടെ ശ്വാസകോശം. കണ്ടൽ ചെടികൾ എന്ന് വെച്ചാൽ ഇല്ലേ പറയാം, അത് വിശദീകരിച്ച് പറയാം. കണ്ടൽ ചെടികൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വേരൂന്നി വളരുന്ന എല്ലാ സസ്യങ്ങളെയും കണ്ടൽ ചെടികൾ എന്ന് പറയും. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ളത് ലോകത്ത് 40 പരം കണ്ടൽ ചെടികളാണെന്ന് ലോകത്ത് കണ്ടെത്തിയിട്ടുള്ളത്. അതിനകത്ത് 20 താഴെ സൈസുകൾ മാത്രമേ മൺട്രോ തുരുത്തിലുള്ളൂ. അതിൽ നമ്പർ 1 എന്ന് പറയുന്നതാണ് ഈ നിൽക്കുന്നത്. ലോകത്ത് നമ്പർ 1 എന്ന് പറയുന്ന കണ്ടലാണ് ഈ നിൽക്കുന്നത്.
ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൊല്ലം ജില്ലയിലും കണ്ണൂരും കോഴിക്കോട് മാത്രമാണ് കണ്ടുവരുന്നത് കേരളത്തിൽ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉത്പാദിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ചെയ്യുന്ന സസ്യം ഇതാണ്. അതാണ് അല്ല, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉത്പാദിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ, അത് ഈ ഒരെണ്ണമാണ് കേട്ടോ, പ്രധാനമായിട്ടുള്ളത് ഈ ഒരെണ്ണം. ഇത് രണ്ടാമത്തെ പ്രത്യേകത ആ വേരിന്റെ ഘടന. നിങ്ങൾ ആ വേരെന്ന് നോക്കും. ആ വേരെന്ന് പറയുന്ന മണ്ണൊലിപ്പ് തടയും പ്രധാനമായിട്ട്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കരിമീനെ പോലുള്ള മത്സ്യങ്ങളുടെ, കരിമീനെ പോലെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇതിന്റെ ഇടയ്ക്ക് കയറി മുട്ടയിട്ട് കഴിഞ്ഞാൽ ഈ കരിമീനെ പിടിക്കാൻ പറ്റത്തില്ല. മറ്റേത് മുട്ടയിട്ട് കുഴികുത്തി മുട്ടയിട്ട് എന്ന് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞേ ഇത് കുഞ്ഞുങ്ങളെ വിരിയിക്കത്തുള്ളൂ. ആ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന സമയം വരെ ഈ മുട്ടയ്ക്ക് അത് കാവൽ നിൽക്കും. ആ സമയത്ത് ഇത് ഓടത്തില്ല, പിടിക്കാൻ ചെന്നാൽ ഇത് ഓടത്തില്ല. അതുകൊണ്ട് മനുഷ്യർക്ക് ഈസി ആയിട്ട് ഈ മുട്ടയിട്ട് നിൽക്കുന്ന സമയത്ത് ഇതിനെ പിടിക്കാൻ പറ്റും. ഇതിന്റെ അകത്ത് കയറി മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളെ വിരിയിച്ച് പുറത്ത് വരത്തുള്ളൂ. അതുകൊണ്ട് മനുഷ്യർക്ക് അതിനെ പിടിക്കാൻ പറ്റത്തില്ല. അതാണ് അങ്ങനെ 3 പ്രത്യേകതകളുള്ള ഒരു കണ്ടലാണ് ഇത് നമ്പർ 1 എന്ന് പറയുന്നത്. അതിന്റെ 20 താഴെ സൈസുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അതിനകത്ത് ആ ഒരു വരി കണ്ടലാണ് മൺട്രോത്തുരുത്ത് ആദ്യം വെച്ച് പിടിപ്പിച്ചത്. ഇതാണ് ഇതിന്റെ അരി എന്ന് പറയുന്നത്, ഇതിന്റെ കായ എന്ന് പറയുന്നത്. ഈ കായാണ് നമ്മുടെ കഴിഞ്ഞ G20 ഉച്ചകോടിയിൽ ഡൽഹി നടന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റോട് ഇത് നട്ടാണ് ഈ G20 ഉച്ചകോടി ഉദ്ഘാടനം നടത്തി. അത് ലോകത്തിന് നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇനിയുള്ള തലമുറയ്ക്ക് ശുദ്ധവായു ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സംരംഭം G20 ഉച്ചകോടിയിൽ അവർ നടപ്പിലാക്കിയത്. പിന്നെ അതുകൂടാതെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവർ മിക്കവാറും ഉള്ള രാജ്യങ്ങൾക്കൊക്കെ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് നട്ടുപിടിപ്പിക്കണം. അങ്ങനെയാണ് UAE ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ ചെലവാക്കി അവരിപ്പം ഒരു കണ്ടൽ കാടുകൾ തന്നെ അവിടെ തീർത്തിട്ടുണ്ടെന്ന് UAE വരുന്ന ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ ഇതൊരു അതിശയമാണ്. ഇത് നമ്മൾ ആദ്യം കാണുമ്പോൾ വിചാരിക്കുന്ന ഈ മേളിൽ ഇരിക്കുന്ന കിഴങ്ങാന്ന് വിചാരിക്കും ഇതിന്റെ ഇതൊരു ക്യാപ്പ് മാത്രമാണ്. ഇതൊരു വെയിറ്റ് ബാലൻസിങ് ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ്. ഇത് മേളിൽ നടന്നു വീഴുന്ന സമയത്ത് ഇത് നേരെ വന്ന് ചെളിയിൽ വന്ന് വീഴാൻ വേണ്ടിയാണ്, വീട് നിൽക്കാൻ വേണ്ടിയാണ് ഈ മോന, സൂചി മോന പോലുള്ള മോനയും ഈ സൈഡിൽ നിന്നാണ് ഇതിന്റെ വേരിറങ്ങുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ക്യാപ്പാണ്, പേനയുടെ ക്യാപ്പ് പോലെ. ഇതങ്ങ് ഇളകിപ്പോയി കഴിഞ്ഞാൽ കണ്ടോ ഇതിന്റെ കിളിയലാണിത്. ഇതൊരടപ്പാണ്, ഇതിന്റെ കിളിയലാണ് ഈ വന്നിരിക്കുന്നത്. ഇതൊരു അടപ്പ് പോലെ പ്രൊട്ടക്ട് ചെയ്യുന്നേ ഉള്ളൂ ഇതിനെ. കണ്ടോ, ഇതാണ് സംഭവം. ഇത് കണ്ടോ, ഈ അടപ്പ് പോയി കഴിഞ്ഞാൽ കിളിയൽ മേളിൽ നിന്ന് വരും. ഇതാണ് വന്ന് വെള്ളത്തിൽ തറച്ചു നിൽക്കുന്നത്. വേര് മേളിൽ നിന്നാണ് ഇങ്ങനെ കുട പോലെ ഇറങ്ങുന്നത്. അണിക്കുന്നുണ്ട് ഓരോ ശാഖ ഇങ്ങനെ ചരിഞ്ഞ് വരുന്തോറും മേളിൽ നിന്ന് വേര് വന്നാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇത്രയാണ് ഈ കണ്ടൽ ചെടിയെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടു കാണും. ഒരുപാട് അറിവുകളുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഫ്രാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു വ്യക്തി 13 വർഷം ഗൾഫിലും അത് കഴിഞ്ഞ് നമ്മുടെ ബോട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് അറിവ് നമുക്ക് പകർന്നു തന്നു. അതുകൊണ്ട് നന്നായിട്ട് പാട്ടും പാടുന്ന ഇപ്പോഴും ഇവിടെ പാട്ടും പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഇവിടെ സ്റ്റേ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ബോട്ടിംഗ് എടുക്കാൻ മറക്കരുത്. അതൊരു മസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് രാവിലെ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ മഴയത്ത് നല്ല കിടിലൻ കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. കുറേ ഹിഡൻ പ്ലേസിൽ കൊണ്ടുപോകും. നമ്മൾ ഒരു ഗുഹ പോലുള്ള ഇതുണ്ട്, അതിൻ്റെ അകത്ത് കൂടെ കയാക്കൊക്കെ ഓടിക്കാൻ അടിപൊളിയാണ്. പക്ഷെ മഴയായിരുന്നു, നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ചെക്കൗട്ട് ചെയ്തു പോവുകയാണ്. അപ്പോൾ അടിപൊളി ഒരു സ്റ്റേ ആയിരുന്നു. നിങ്ങൾ കൊല്ലം ജില്ലയിൽ നല്ലൊരു സ്റ്റേ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഏരിയയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. എല്ലാവരും വിസിറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.